വാ ഒരു ആഹ്വാനമായിരുന്നു. തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ വിളിക്കുന്ന ഒരു സാഹോദര്യത്തിൻ്റെ ഒരു ആഹ്വാനമായിരുന്നു. വായുടെ രണ്ടുപേരെയും കൂടെ പാടിയിട്ട് നമുക്ക് ശരി. തണൽ കൊതിച്ചവർക്ക് ഒറ്റമര കാടാകാം, വരണ്ട് ചത്ത മണ്ണിൽ ഒറ്റ തുള്ളി മഴയാകാം, ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങു വെട്ടമാകാം, നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം നിവ. അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല ഒടുങ്ങുകില്ല, ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല, തലനരച്ച പോതിലും മനമതിലൊരു നരയതില്ല, മെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ലവാ. എൻജോയ് എൻജോയ് മീ സത്യത്തിലൊരു ഹിറ്റ് സോങ് ആണ്. ഒരുപക്ഷെ കറുത്ത മനുഷ്യരെ ചിത്രീകരിച്ചുകൊണ്ട് തന്നെ ആഴത്തിൽ പൊളിറ്റിക്സ് പറയുന്ന എന്താണ് വംശം, എന്താണ് ദേശീയത, അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും സ്പർശിച്ചുകൊണ്ട് മണ്ണിൻ്റെ രാഷ്ട്രീയം പറയുന്ന കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ളൊരു പാട്ടാണ്. ഒരുപക്ഷെ അറിവിൻ്റെ അമ്മുമ്മയുടെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പാട്ടാണ്. അതേ ടോണിൽ വരുന്ന ഒരു സാധനം വേടനും ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ജാഫ്നയിലെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത് ആക്ച്വലി സോഷ്യൽ ക്രിമിനൽ എന്നാണ് ആ ട്രാക്കിന്റെ പേര്. ഞാൻ എൻ്റെ അമ്മയെ കുറിച്ച് പറയുന്നതാണ് ആ വരി. പുള്ളിക്കാരി എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ റെപ്രസെന്റ് മാത്രമാണ്. പക്ഷെ അത് പൊളിറ്റിക്സ് ആണ് ആ പാട്ട്. കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി, അവളിൻ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ, വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തനിയെ നിർത്തി, തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ, കാലം പല കടന്നവർ വാഴുമല്ലോ, പല തലമുറകളിൻ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ. സോഷ്യൽ ക്രിമിനൽ എൻ്റെ ജീവിതമാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണ് സോഷ്യൽ ക്രിമിനൽ. ഞാൻ തന്നെ ചെയ്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട്. സോഷ്യൽ ക്രിമിനൽ എൻ്റെ ലൈഫാണ്. അതിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായ അമ്മയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരിക്കുന്നു. അത്ര തന്നെ പ്യുവർ പൊളിറ്റിക്സ് തന്നെയാണ് പാട്ട്. പക്ഷെ അത് എൻജോയ്മിയോടുകൂടി ഇല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത് കൃത്യമായ രാഷ്ട്രീയം കൃത്യമായി പറയാൻ പറ്റി. തീർച്ചയായിട്ടും രാഷ്ട്രീയം പറയാൻ കണക്ഷൻ ഉണ്ട്, ശ്രീലങ്കൻ കണക്ഷൻ രണ്ടിലും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവിടുന്ന് ഈ പറയുന്ന പോലെ തോട്ടങ്ങളിൽ നിന്ന് അട്ടിപ്പായിച്ചവരാണ്. അതിൻ്റെ ഒരു രാഷ്ട്രീയം കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ കമ്പിളിപ്പൂച്ചി തങ്കച്ചി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കമേഴ്സ്യലൈസേഷൻ്റെ ഒരു കാലഘട്ടത്തിൽ മാൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മുടെ ചിന്തകളൊക്കെ വരുന്നത്. പക്ഷെ അതല്ല, കമ്പിളിപ്പൂച്ചിയും നമ്മുടെ അനിയത്തിയാണ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ അത് വളരെ ചർച്ച ചെയ്യേണ്ട ഒരു ആസ്പെക്റ്റിൽ ആ പാട്ട് പക്ഷേ ഒരുപാട് കമേഴ്സ്യൽ മാനങ്ങളും കൂടെ നേടുന്നു എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകൾക്കൊരു സന്തോഷമല്ലേ? പിന്നെ തീർച്ചയായിട്ടും എൻജോയ്മി നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകൾക്ക് തന്നിരിക്കുന്ന ഒരു ഡ്രൈവ് ഉണ്ട്, ഒരു ഗിയർ കിട്ടിയാൽ മതിയായിരുന്നു. അത് ആ സമയത്ത് ഒരു 5-6 പാട്ട് ഇരുന്ന് എഴുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പാട്ട് കേട്ടിട്ട് ഓക്കെ ഇങ്ങനെ ഒരു പാട്ട് ചെയ്യണം. പാട്ട് ഫുൾ കമേഴ്ഷ്യലാണ് പാട്ട്. ലൈക്ക് മ്യൂസിക് വൈസ് ഭയങ്കര കമേഴ്ഷ്യലാണ് പാട്ട്. ലോകത്തിൽ എൻജോയ്മി കേൾക്കാത്ത ആരും ഉണ്ടായിരിക്കില്ല. ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ആ പാട്ട് കേട്ടിട്ടുണ്ടോ. പക്ഷെ ആ പാട്ട് ലൈക്ക് 100% പൊളിറ്റിക്കലാണ്. അപ്പം അങ്ങനെ ഒരു പാട്ട് ചെയ്യണമെന്ന് എന്നെ പോലൊരു ആർട്ടിസ്റ്റിന് ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ കയ്യിൽ കമേഴ്ഷ്യൽ ട്രാക്കുകളൊന്നുമില്ല. ആകെ ഒരു കമേഴ്ഷ്യൽ ട്രാക്ക് ഇപ്പോൾ കശ്മീർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഞാനും ഡാപ്സി കൂടി ഒരു ട്രാക്ക് ചെയ്തു, ലവിത എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അതും അല്ല, എനിക്ക് തോന്നുന്നു അത് മാത്രമാണ് എൻ്റെ കമേഴ്ഷ്യൽ ട്രാക്ക്. വേറെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടുകളും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കതിന് പറ്റൂല. എനിക്ക് അറിയുന്ന എനിക്ക് എഴുതാൻ പറ്റണം. എൻജോയ്മി എന്ന് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരനെ അറിയണതാണ് പുള്ളിക്കാരൻ എഴുതിയേക്കണത്. അറിയണം പ്യുവർ 100% പൊളിറ്റിക്കലാണ്. പക്ഷെ പാട്ട് ഭയങ്കര എൻ്റർടൈനിങ് ആണ്. അതൊരു സ്കില്ലാണ്. ലൈക്ക് അതൊന്നും അച്ചീവ് ചെയ്തിട്ടില്ലേ, അവിടെ എത്താൻ പറ്റിയിട്ടില്ല. ഈ അറിവുമായിട്ട് അന്ന് കൊളാബ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ പോകുന്നു സൗഹൃദവും കൊളാബും ഒക്കെ? സൗഹൃദമൊക്കെ നല്ലോണം പോകും. നല്ല സൗഹൃദം. കൊളാബിന്റെ സാധ്യത പിന്നീട് ചർച്ചകൾ നടന്നില്ല. കൊളാബ് എനിക്കൊരു ബാഡ് ഗൈ ഇമേജ് ഉണ്ടല്ലോ, അപ്പം അത് കാരണം കൊളാബറേഷൻസ് ഒന്നും എനിക്കും അങ്ങനെ താല്പര്യമൊന്നുമില്ല ആരായിട്ടും കൊളാബ് ചെയ്യാനായിട്ട്. അറിവ് ബ്രോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന മാതിരി ചിന്തിക്കുന്ന എൻ്റെ സഹോദരനെ പോലെ ഒരാളാണ്. അപ്പോൾ എൻ്റെ എഴുത്തും അറിവ് അണ്ണൻ്റെ എഴുത്തും ഒരേപോലെ ആയിരിക്കുന്ന അയാൾക്ക് നല്ല വിശ്വാസമുള്ളത് കൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ നമുക്ക് കൊളാബ് ചെയ്യാടാ കണ്ടെന്ന് പറഞ്ഞ് വന്നത്. പക്ഷേ ലൈഫ് മാറി, അതിൻ്റെ ഇടയിൽ വേറെ രീതിയിലൊക്കെ ലൈഫ് മാറിപ്പോയി. പിന്നെ എനിക്കുള്ളത് ഒരു ബാഡ് ഗൈ ഇമേജാണ്. അപ്പോൾ ആ ഒരു സാധനം വേറെ ആൾക്കാരുടെ എന്താണ് പറയുക, ഇപ്പോൾ ഞാൻ കാരണം വേറെ ആൾക്ക് പ്രശ്നം ഉണ്ടാവരുതല്ലോ. അപ്പോൾ അത് കാരണം തന്നെ ഒരുപാട് കൊളാബറേഷൻസ് ഞാൻ ചെയ്യണ്ട, ഞാൻ ഒറ്റയ്ക്ക് പാട്ട് ചെയ്തോളാം. അതുകൊണ്ടാണ്
കൊളാബറേഷൻസ് ഒന്നും വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. അറിവ് ബ്രോ ആയിട്ടുള്ള കൊളാബറേഷനും വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ചിലപ്പോൾ ഭാവിയിൽ നടക്കായിരിക്കാം, ഭാവിയിൽ എന്നെ നല്ലവനാണെന്ന് ആൾക്കാർ പറഞ്ഞാൽ. അപ്പോൾ ഭാവിയിൽ നടക്കായിരിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, നല്ല കൊളാബറേഷൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നല്ല ആർട്ടിസ്റ്റുകളായിട്ട്. നമ്മൾ അതിൻ്റെ വർക്കിലും കൂടിയാണ്, അപ്പം അതൊക്കെ നടക്കുമായിരിക്കും. നിശബ്ദരാക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് നിശബ്ദനായി പോയതുപോലെ തോന്നിയോ ഡ്രോബാക്ക് സിറ്റുവേഷനിൽ? ഇല്ല, ഞാൻ നിശബ്ദനൊന്നുമില്ല. എന്നെ അങ്ങനെ നിശബ്ദനാക്കാനൊന്നും പറ്റുന്നില്ല. ഞാനൊന്ന് വീണു, ഞാൻ വീണപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരും വീണു. വീണേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ ഒന്ന് വീണു, കയറിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. ഈ സൈനയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടിൽ ഇന്ന് വീണ മുറിവ് നാളത്തെ അറിവല്ലേ എന്നുള്ള വരികളാണ്. അതൊന്ന് പാടിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കരയല്ലേ നെഞ്ചെ കരയല്ലേ, ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ, വീരൻ ഞാൻ വാക്കാണായുധം, വരിയില്ലാഴ കടലും കത്തും, മണ്ണില്ലൻ കാൽ തൊട്ട നാൾ മുതലാരംഭം ഈ യുദ്ധം, ഒരു വേടൻ പോരിൽ ചത്താൽ 1000 ആളായി വീണ്ടും പിറക്കും, എലിയെങ്കിൽ മലയും തുരക്കും, പുലിയെങ്കിൽ പോരിൽ മരിക്കും, പാരി മുഴുവനും എതിരെയെങ്കിലും പാട്ടുകൊണ്ട് ഞാൻ പോര് നടത്തും, ദത്തുപുത്രനാ തെരുവിൻ്റെ രുചി അറിയില്ല അമ്മയുടെ മാറിൻ്റെ, തെരുവിൻ്റെ മോൻ ഞാൻ പാടണ പാട്ടിൽ മുറിവിൻ്റെ തേൻ, തെരുവിൻ്റെ മോൻ ഞാൻ പാടണ പാട്ടിൽ മുറിവിൻ്റെ തേൻ. വേടൻ എന്ന പേര് ചൂസ് ചെയ്യുമ്പോൾ ഇരയാണ്, പക്ഷേ വേട്ടക്കാരൻ്റെ പേരാണ് വേടൻ ഒരു തരത്തിൽ. അങ്ങനെ ഒരു പേരിൻ്റെ ഒരു കോൺട്രഡിക്ഷനൊക്കെ അന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ അതൊരു ജാതി പേര് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അങ്ങനെ അഡ്രസ്സ് ചെയ്യണം, ജാതി പറഞ്ഞ് ജാതിയെ നേരിടണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ വേടൻ എന്ന പേര് തന്നെ ചൂസ് ചെയ്തത്? അതൊരു സമയത്ത് അങ്ങനെയായിരുന്നു. ഒരു സമയത്ത് ഓക്കെ എന്നെ ഇങ്ങനെയാണ് നിങ്ങൾ വിളിക്കുന്നത് എന്നെങ്കിൽ ഞാൻ അങ്ങനെ ആയിക്കൊണ്ട് തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യാന്നുള്ളതാണെന്ന് ഒരു സമയത്ത്, ഇപ്പോഴൊന്നല്ല 2-3 വർഷം മുന്നൊക്കെ. ഇപ്പം അവിടെ നിന്നൊക്കെ മാറി, നമ്മുടെ ഐഡിയ ഒക്കെ അവിടെ നിന്നൊക്കെ മാറി. പിന്നെ വേടൻ എന്നുള്ള പേര്, ഞാൻ ശരിക്കും വേട്ടക്കാരനാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കുറേ വേട്ടയാടിയിട്ടുണ്ട്. ഞാൻ ശരിക്കും വേട്ടക്കാരനാണ്. അപ്പം ഞാൻ അതിനെ അങ്ങനെ മാത്രമായിട്ട് കരുതിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ എവിടെയും ആലോചിക്കാതെ വേറെ ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവുക, നമുക്ക് വേണ്ടി ബാക്കിലൊരു ഫാമിലി ഉണ്ട്, നമ്മളാണ് ഫാമിലിനെ നോക്കുന്നവർ, നെഡിൽ ആൺ, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നെഡിൽ എന്നുള്ള രീതിയിൽ എൻ്റെ ഫാമിലീനെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ 2 വർഷം മുന്നുണ്ടായിരുന്ന രീതിയിൽ ഞാൻ ഇപ്പോഴും എൻ്റെ വർക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 2 വർഷം കൂടി ഞാൻ ജീവിച്ചിരിക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ചവിട്ടി പിടിച്ചിട്ട് വേടൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും വേടൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നും എനിക്ക് കൂടുതൽ പാട്ടുകളിലൂടെ വരും കാലങ്ങളിൽ പാടാൻ പറ്റണം. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് എന്താ ചെയ്യുക, സാമ്പത്തികമായിട്ട് മുന്നേറാനുള്ള വഴികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് വിത്ത് പൊളിറ്റിക്സ്. ഈ മരിച്ച നീതിയെ പുനഃസൃഷ്ടിക്കുക, ഇല്ലെങ്കിൽ മരിച്ച നീതിയെ തിരികെ കൊണ്ടുവരിക, ഇതൊരു പാട്ടിലൂടെ എപ്പോഴും വേടൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. ഈ ഫൈറ്റ് ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും, ചിലയിടത്തൊക്കെ കളക്റ്റീവായിട്ട് നടക്കാറുണ്ട്. ഇപ്പോൾ കാസിലസ് കളക്റ്റീവ്, പാരഞ്ചിത്തൊക്കെ അവർക്ക് കുറച്ചുകൂടി ഒരു സപ്പോർട്ടുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ ഒരു അടുത്ത് നിന്ന് പ്രവർത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അറിവുമായിട്ടൊക്കെയുള്ള ഒരു സൗഹൃദമൊക്കെ പുലർത്താനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്നാണ് ഒരു കളക്റ്റീവായിട്ടുള്ളൊരു ഫോമിലേക്ക് ഈ രീതിയിലൊക്കെ ഒരു രാഷ്ട്രീയം പറയുന്ന കുറേ പേര് ഒരുമിച്ച് ചേരുന്നൊരു അവസ്ഥ വരിക? പലതരത്തിലുള്ള സപ്പോർട്ട്സ് കിട്ടുന്നുണ്ട് ഇപ്പോൾ, എങ്കിലും നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരൊക്കെ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമോ? എന്തൊക്കെയാണ് അതിൻ്റെ ഭാവി പറയും? ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ സംഗീതം നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ അതിനങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളെല്ലാവരും കൂടെ നിന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു അനീതിക്കെതിരെ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഈ അടുത്ത് ഇതുവരെ അങ്ങനെ ഒരു സംഘടനകളോ ആർട്ടിസ്റ്റുകൾ എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റുകളും ഇന്ന ഒരു കാര്യത്തിനെതിരെ ഇന്ന ഒരു അനീതിക്കെതിരെ സംസാരിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ചർച്ചകളോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ പണിയെടുക്കുന്ന ഒരാളാണ്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ വളർച്ചയും ഭയങ്കര കുറവാണ്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഭയങ്കര കമേഴ്ഷ്യലാണ്. ആർട്ടിലൂടെ ഒരു റെവല്യൂഷൻ ഇപ്പോഴും കേരളത്തിൽ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഈ അടുത്ത് ചേട്ടൻ പറഞ്ഞ ഈ അടുത്ത് അത് അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവില്ലേ, എനിക്കറിയില്ല ആക്ച്വലി. ഞാൻ എൻ്റെ പാർട്ട് നല്ലോണം പ്ലേ ചെയ്യണമെന്ന് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ
എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ കാണുന്ന കാര്യങ്ങൾ ഞാൻ കാണുന്ന എഴുതാൻ പറ്റില്ല. കമേഴ്ഷ്യൽ ട്രാക്കുകൾ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.